ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും ദൈവത്തിന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ലവ് ജിഹാദിനെ കുറിച്ചുള്ള ക്ലാസ് ലോകം മുഴുവനുള്ള ഒരുപാട് മലയാളികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ചില മലയാളികൾ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി മെസ്സേജ് അയച്ചത് ഇത്രേ ഉള്ളൂ: നിങ്ങൾ എന്തിനാണ് ജാതി വെറിയും മതവെറിയും പ്രസംഗിച്ച് മതവിഷം മനുഷ്യരിൽ കുത്തിവെക്കുന്നത്? മനുഷ്യസ്നേഹിയല്ലേ, അങ്ങനെയല്ലേ നിങ്ങളായി മാറേണ്ടത് എന്ന്. മറുപടി വളരെ സിമ്പിളാണ്. അമേരിക്കയിലുള്ള ഷാബിർ അലി മുതൽ ഇന്ത്യയിലുള്ള ഷക്കീർ അലി വരെ, എന്തിനേറെ കേരളത്തിലുള്ള MM അക്ബർ വരെ ലോകത്തുള്ള ഒരുപാട് മുസ്ലിമീങ്ങൾ എന്നെ കുറിച്ച് വളരെ മോശമായി വൾഗറായി ഒത്തിരി പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്തു. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. ഒരിക്കൽ പോലും ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല, ശാന്തമായി നിന്നിട്ടേ ഉള്ളൂ. കാരണം ഞാനൊരു മനുഷ്യസ്നേഹി ആയതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ്. ഒരിക്കലും സ്നേഹക്കുറവ് കൊണ്ടല്ല ഞാൻ ഖുർആനിൽ നിന്ന് ആ ആയത്ത് ജനങ്ങളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അള്ളാഹ് ആരാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത്. അത് സ്നേഹമുള്ളത് കൊണ്ടാണ്. എനിക്ക് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും യഹൂദരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും നിരീശ്വരവാദികളുമൊക്കെ ആയ എല്ലാ അമ്മമാരോടും എല്ലാ പെങ്ങന്മാരോടും സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്ലാസ് അപ്ലോഡ് ചെയ്തത്. ആ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ടാമത് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. ചില പെൺപിള്ളേര് ഈ ടോക്ക് കണ്ടതിന് ശേഷം എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ ഒരു മുസ്ലിമിനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിൽ എന്താണ്, തനിക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കെട്ടും, ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കും, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും അപ്ലോഡ് ചെയ്യരുതെന്നും പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഫോൺ ചെയ്തവരൊക്കെ ക്രിസ്ത്യാനികളാണ്. അങ്ങനെ എന്നെ ഫോൺ ചെയ്ത് വേദനിപ്പിച്ച ഓരോരുത്തർക്കും മറുപടി പറയാൻ പോയാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഞാൻ മിനിസ്ട്രി മാത്രമായി ജീവിക്കുന്ന ഒരാളല്ല, കുടുംബത്തെ പോരാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. ഇതിന്റെ തിരക്കിലെല്ലാം കൂടെ എനിക്ക് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കായിട്ട് തന്നെ ഇതിന് മറുപടി അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. മറുപടി വളരെ സിമ്പിൾ ആണ്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മമാരും പെങ്ങന്മാരും ഖുർആനിലെ ഈ ആയത്ത് ഒന്ന് കേൾക്കണം. ഇത് ഖുർആനിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതിങ്ങനെയാണ് ഇവിടെ: ഫൻകിഹൂ മാ ത്വാബലക്കും മിനൻ നിസാഇ മത്നാ വസുലാസ വറുബാഅ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ത്രീകളിൽ നിന്ന് 2, 3, 4 പേരെ വിവാഹം കഴിച്ചു കൊള്ളുക. അവരുടെ ഇടയിൽ നീതി പാലിക്കണം, തുല്യത പാലിക്കണം എന്നത് പിന്നീട് പഠിപ്പിക്കുന്നു. പക്ഷേ ഇഷ്ടമുള്ള 4 കെട്ടാൻ. എന്റെ പൊന്നു പെങ്ങളെ, ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ ഒരു മുസ്ലിം പയ്യനോട് സ്നേഹം തോന്നി അവന്റെ ഭംഗിയില്, അവന്റെ പെരുമാറ്റത്തില്, അവന്റെ പണത്തില് നിങ്ങൾ ആശ്രയിച്ച് അവനെ വിവാഹം കഴിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ അവൻ പുതിയൊരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ കയറി വന്നാൽ നിനക്ക് മിണ്ടാൻ പറ്റില്ല എന്റെ പെങ്ങളെ. കാരണം അവന് നിയമമുണ്ട്, 4 എണ്ണം വരെ ആകാം. ഇതുകൊണ്ട് തീർന്നില്ല. നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, ഇതേ അധ്യായത്തിൽ തന്നെ 34-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. അതെന്താ? ഞാനത് മലയാളത്തിൽ വായിച്ചുതരാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കറക്റ്റ് കേൾക്കണേ. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണിത്. പുരുഷൻ കാശ് തരുന്നത് കൊണ്ടും കഴിവ് കൂടുതലുള്ളതുകൊണ്ടും നമ്മളുടെ പെമ്പിള്ളേരുടെ മേൽക്ക് കുതിര കയറുന്നു ചുരുക്കം. അടുത്തത്, അതിനാൽ സച്ചരിതയായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഇനിയാണ് കേൾക്കേണ്ടത്. എന്റെ പെങ്ങന്മാരൊന്ന് കേൾക്കണേ. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നെങ്കിൽ അവരെ ഗുണദോഷിക്കുക, കിടപ്പറകളിൽ നിന്ന് അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. കേട്ടോ, കിടപ്പറയിൽ നിന്ന് അകന്നാൽ മാത്രം പോരാ, അടിക്കുകയും ചെയ്യുക. അങ്ങനെ അവൾ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായി നടപടികളൊന്നും എടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അള്ളാഹു തീർച്ച. നിങ്ങൾ ഓർക്കണം, 2 സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവർ ഒരുമിച്ച് കൂടുമ്പോൾ ഇടക്കിടക്ക് എന്തെങ്കിലും പറഞ്ഞ് ചട്ടിയും കലവും തട്ടിയും പുട്ടിയും ഇരിക്കുന്നു പറഞ്ഞ പോലെ വഴക്കുണ്ടാകും. അങ്ങനെ അനുസരണക്കേട് തോന്നിയാൽ കിടപ്പറ മാറി അവന് വേറെ കിടപ്പറയിലേക്ക് പോകാം, അല്ല റൂം മാറാം, മാത്രമല്ല അടിക്കാം. എത്രത്തോളം? അനുസരിക്കുന്നത് വരെ. അനുസരിച്ചില്ലെങ്കിലോ ഒരുപക്ഷെ മരിക്കുന്നത് വരെ എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാൻ വ്യാഖ്യാനിക്കാൻ ആളല്ല. എന്റെ പൊന്നു പെങ്ങന്മാർ, ഒരു കാര്യം അറിയണം. ലവ് ജിഹാദ്, നിങ്ങളൊരു പ്രേമത്തിൽ പെട്ട് ഒരാളുടെ ഭംഗി കണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കണ്ട് അയാളുടെ പെരുമാറ്റം കണ്ട് ചാടി വീണ് കഴിഞ്ഞാൽ അവൻ പിന്നീട് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നാൽ എതിർക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാരണവശാൽ തല്ലിയാൽ തല്ല് കൊള്ളാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിയമമാണ്.
റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ തന്നെ ഭാര്യയോട് ദേഷ്യപ്പെട്ടതും അടിച്ചതും നമ്മൾ സഹീഹ് മുസ്ലിമിൽ വായിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ അത് വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. കാര്യം ഈ അപ്ലോഡിങ്ങിന് മാക്സിമം 7 മിനിറ്റല്ലേ പാടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ എന്റെ ക്രിസ്ത്യാനികളായ സകല അമ്മമാരോടും പെങ്ങന്മാരോടും എനിക്ക് പറയാൻ ഇത്രയുള്ളൂ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതക്കാരായ അമ്മമാരോടും പെങ്ങന്മാരോടും, നിങ്ങൾ വിവാഹം എന്ന് പറഞ്ഞ് ചാടി അങ്ങ് പോകുമ്പോൾ അല്ലെങ്കിൽ മക്കളെ അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ ഓർക്കണം, തല്ല് കിട്ടാൻ ഇടയുള്ള സ്ഥലമാണോ ഇത് എന്ന്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം അപ്ലോഡ് ചെയ്തത്, മറിച്ച് മനുഷ്യസ്നേഹി ആയതുകൊണ്ടും സകലരും നന്മയിലും നീതിയിലും സ്നേഹത്തിലും ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമാണ്. അപ്പൊ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് ചോദ്യം വരും. ഞാനൊരു കാര്യം പറയാം. മുസ്ലിമീങ്ങളെ പ്രേമിച്ച് വിവാഹം കഴിച്ച് കഷ്ടപ്പെട്ട പെൺപിള്ളേര് ജീവിതത്തിൽ ഓരോ ആഴ്ചയിലും ഒരാളെങ്കിലും കണ്ടുമുട്ടാൻ ഇടയാകുന്നുണ്ട്. ഇന്നലെ കണ്ടുമുട്ടിയ ആള് മലേഷ്യയിലെ സാബ എന്ന് പറയുന്ന നാട്ടിലുള്ള പെണ്ണാണ്. കോലാലംപൂരിലുള്ള ഒരു മുസ്ലിമിനെയാണ് വിവാഹം കഴിച്ചത്. 2 കുഞ്ഞുങ്ങളായതിനു ശേഷം അവളോട് മതം മാറാൻ ആവശ്യപ്പെട്ടു. മാറാതിരുന്നപ്പോൾ അവൻ വേറൊരു മുസ്ലിം പെങ്കൊച്ചിനെ കെട്ടി. ഇവള് ചോദ്യം ചെയ്തപ്പോൾ ഇവളെ തല്ലാൻ തുടങ്ങി. ഇത് ഇന്നലെ ഞാൻ സംസാരിക്കേണ്ടി വന്ന അവസ്ഥയാണ്. ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട്, വേദനയുള്ളത് കൊണ്ടും നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടുമാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സ്നേഹമുള്ള നിങ്ങൾ ഇത് കേട്ട് ഓഫ് ചെയ്യാതെ എല്ലാവർക്കും ഈ ആയത്തൊന്ന് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് പഠനം. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. സഭയുടെ നേതാക്കന്മാരായ വൈദികരും അതുപോലെ പാസ്റ്റർമാരും അതുപോലെ ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി നടത്തുന്നവരും നിങ്ങളുടെ സഭയിലുള്ള മക്കളോട് ഈ ആയത്ത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുക. സൂക്ഷിക്കണം, തല്ല് കിട്ടിയാൽ കൊള്ളാനേ വഴിയുള്ളൂ എന്ന്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.